നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഈദ് അവധിക്ക് നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന പ്രവാസികൾക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരുന്നു. UAE-യിലെ പ്രവാസികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈദുൽ അദ്ഹ അവധിക്കാലം അടുത്തു വരികയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഈദുൽ അദ്ഹ അവധിക്ക് ബാക്കിയുള്ളൂ. എന്നാൽ ഇത്തവണ നാട്ടിലേക്കോ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കോ യാത്ര പ്ലാൻ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ്. ഈദ് അവധിക്കാലത്തോടനുബന്ധിച്ച് UAE-യിൽ നിന്നുള്ള വിമാന ടിക്കറ്റുകൾ നിരക്കുകൾ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ടിക്കറ്റ് നിരക്ക് ഉയരുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറിക്കഴിയുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയും പ്രധാന പ്രാദേശിക റൂട്ടുകളിലെ ഡിമാൻഡ് കുതിച്ചുയരുന്നതുമായ ഈ സാഹചര്യത്തിൽ ഈദ് അവധി കഴിയുന്നതുവരെ നിരക്കുകൾ ഉയർന്ന നിലയിൽ തന്നെ തുടരും എന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. കൂടാതെ സീറ്റുകളുടെ ലഭ്യതയിലുള്ള കുറവും അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം കൂടിയതും വിപണിയിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. UAE-യിൽ നിന്ന് പ്രധാന അറബ് രാജ്യങ്ങളിലേക്കുള്ള നിരക്കുകൾ കഴിഞ്ഞ 2 മാസങ്ങളെ അപേക്ഷിച്ച് 25 മുതൽ 45% വരെയാണ് ഉയർന്നത്. ചില സെഗ്മെന്റുകളിൽ ശരാശരി ടിക്കറ്റ് നിരക്ക് 3500 ദിർഹത്തിന് മുകളിലെത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. കൂടാതെ നിലവിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് സൗദി അറേബ്യയിലേക്കാണ്. ഹജ്ജ് കർമ്മവും ഈദ് അവധിയും ഒരേ സമയം വന്നതും സൗദി റൂട്ടിലെ തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം റിയാദ്, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് നോക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കെയ്റോ, അമ്മാൻ എന്നീ നഗരങ്ങളിലേക്കും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെയുള്ള ആഴ്ചകളെ അപേക്ഷിച്ച് വിമാന സീറ്റുകളുടെ എണ്ണത്തിൽ 75% വർധനവ് വരുത്തിയിട്ടും ആവശ്യക്കാരെ തൃപ്തിപ്പെടുത്താൻ എയർലൈനുകൾക്ക് സാധിക്കുന്നില്ല. അതേസമയം ഈ സമയത്ത് തന്നെ നിരക്ക് ഇത്രയധികം ഉയരാൻ പ്രധാനമായും 4 കാരണങ്ങളാണ് വിദഗ്ധർ പറയുന്നത്. 1. ഹജ്ജ്, ഈദ് അവധികൾ ഒരുമിച്ചു വന്നു. 2. UAE-യിലെ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകൾ തുടരുന്നത് പല കുടുംബങ്ങൾക്കും നേരത്തെ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കി. 3. വിമാന ഇന്ധന വിലയിലുണ്ടായ വർധനവ്. 4. വിമാന കമ്പനികൾ അവരുടെ സർവീസുകളുടെ എണ്ണം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ സീറ്റുകളുടെ ലഭ്യത വളരെ കുറവാണ്. അതിനാൽ ആവശ്യക്കാർ കൂടുകയും സീറ്റുകൾ കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നു നിൽക്കുക തന്നെയാണ് പതിവ്. ടിക്കറ്റ് നിരക്ക് കൂടിയെങ്കിലും UAE നിവാസികൾ ഇത്തവണ നീണ്ട അവധി ആഘോഷിക്കാൻ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ്. സെർബിയ, ബോസ്നിയ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും CIS രാജ്യങ്ങളിലേക്കും വലിയ തോതിൽ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. താങ്ങാനാവുന്ന ചെലവ്, മനോഹരമായ പ്രകൃതി ദൃശ്യം, സൗഹൃദ ടൂറിസം എന്നിവയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ ഈ രാജ്യങ്ങളിലേക്ക് കൂടുതലായും ആകർഷിക്കുന്നത്. കൂടാതെ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത പലരും ഇത്തരം ചെറിയ വിനോദയാത്രകളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇതാണ് മെച്ചം എന്നാണ് പ്രവാസികൾ പറയുന്നത്. വിമാന കമ്പനികളുടെ മൊത്തം പ്രവർത്തന ചെലവിൻ്റെ 40% വരുന്നത് ഇന്ധനത്തിനുള്ള തുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിച്ചതോടെ വിമാന ഇന്ധനത്തിന് വലിയ തോതിൽ വില ഉയർന്നു. ലാഭകരമല്ലാത്ത റൂട്ടുകളിലെ സർവീസുകൾ താൽക്കാലികമായി നിർത്തലാക്കാനോ കുറയ്ക്കാനോ ആണ് കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നഷ്ടം കുറയ്ക്കാം എന്നാണ് എയർ ഇന്ത്യയുടെ കണക്കുകൂട്ടലും. എന്നാൽ അവധിക്കാലം ആഘോഷിക്കാൻ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇത് തീർച്ചയായും വലിയൊരു തിരിച്ചടിയായിരിക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളിൽ നിയന്ത്രണം വന്നാൽ അത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത ആഘാതമാകും. ലഭ്യമായ സീറ്റുകൾ കുറയുന്നതോടെ ടിക്കറ്റ് നിരക്കുകൾ റോക്കറ്റ് പോലെ ഉയരാനും സാധ്യതയുണ്ട്. സർവീസുകൾ കുറയുമ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് വർദ്ധിക്കുകയും അത് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ കാരണമാകുകയും ചെയ്യും. നിലവിൽ തന്നെ ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സീസണിൽ ഇത്തരമൊരു നിയന്ത്രണം കൂടി വരുന്നത് സാധാരണക്കാരായ യാത്രക്കാരുടെ കീശ ചോർത്തും. എയർ ഇന്ത്യക്ക് പുറമെ മറ്റു വിമാന കമ്പനികളും സമാനമായ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.